മകൾ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഡൊമൈനിൻ്റെ കോമ്പാക്ട്നെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ കോമ്പാക്ട് സെറ്റ് ആണെങ്കിൽ ആ കോമ്പാക്ട് സെറ്റിനെ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ റേഞ്ച്, ആ ഫംഗ്ഷൻ്റെ റേഞ്ചിന് എന്ത് സംഭവിക്കുന്നു നോക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ബൗണ്ടഡ്നെസ്സിനെ കുറിച്ചുള്ള ഒരു ഡെഫിനേഷനാണ്. ലെറ്റ് us given a matrix space capital X and E subset of X, and let f from E into Rk be a vector valued function അല്ലെങ്കിൽ k valued ഫംഗ്ഷനാണ്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനെ when you can say that this function is a bounded function on E. ബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആവുക എന്നാണ് അർത്ഥം. അപ്പോൾ അതല്ലെങ്കിൽ അപ്പോൾ റേഞ്ച് സെറ്റിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉള്ളത് നോമിൻ്റെ ഡെഫിനേഷനിലേക്ക് പറയുമ്പോൾ നിങ്ങൾ മോഡുലസിൽ പഠിച്ചിട്ടുണ്ട്. ദർ എക്സിസ്റ്റ് ക്യാപിറ്റൽ M ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് f of x ലെസ് ദാൻ ഈക്വൽ ടു M ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് E. അപ്പോൾ ഇവിടെ ഇത് f of x ഉണ്ടാവുക ആർക്കയിലായിരിക്കും. ആർക്കയിലുള്ള എല്ലാ വാല്യൂസും വെക്റ്റേഴ്സാണ്. വെക്റ്റേഴ്സിനാകുമ്പോൾ നമ്മൾ മോഡുലസ് പറയുന്നതിന് പകരം നോമാണ് പറയുക. സോ ദർ എക്സിസ്റ്റ് ക്യാപിറ്റൽ M ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം f of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ M ഫോർ ഓൾ x എലമെൻറ്റ് ഓഫ് E. അതായത് f of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് മെമ്പേഴ്സാണ്, ഇമേജസ് ആണ്. ഇമേജസിൻ്റെ നോം ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ പർട്ടിക്കുലർ പോസിറ്റീവ് ക്വാണ്ടിറ്റി ക്യാപിറ്റൽ M. സോ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ബൗണ്ടഡ്. അതായത് റേഞ്ചിന് അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും ഉണ്ടാകുന്ന അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അത് റിയൽ കേസിലാണെങ്കിൽ, ഇനി അത് വെക്റ്റർ ആകുമ്പോൾ റേഞ്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ബോൾ സെൻറ്റേഡ് അറ്റ് ഒറിജിൻ വിത്ത് റേഡിയസ് ക്യാപിറ്റൽ M എന്നർത്ഥം കേട്ടോ. ഒരു ബോർഡിനുള്ളിൽ അതിനെ പാക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ സാധാരണ പഠിച്ചിട്ടുള്ള ഇവിടെ എഴുതിയിട്ടില്ല, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എല്ലായ്പ്പോഴും നമുക്കിപ്പോൾ റിയൽ വാല്യൂഡ് കേസ്, ഇപ്പോൾ ആർക്കേക്കുള്ള R1 ആണ് കൊടുക്കുക, K1 ആണെങ്കിൽ റിയൽ വാല്യൂഡ് ഫംഗ്ഷനായിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ ഇതൊക്കെ ബൗണ്ടഡ് ഫംഗ്ഷനാണ്. കാരണം സൈൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. അപ്പോൾ ക്യാപിറ്റൽ M നമുക്ക് 1 ആയിട്ട് ചൂസ് ചെയ്യാം. കൊസൈൻ്റെ വാല്യൂം അതുപോലെ തന്നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, 1 ആയിട്ട് എടുക്കാം. ക്യാപിറ്റൽ M ഈക്വൽ ടു 1 ആയിട്ട് ചൂസ് ചെയ്യാം. കൊസൈൻ ഫംഗ്ഷനും ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഇപ്പോൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ f of x ഈക്വൽ ടു 2 ആണെങ്കിൽ ക്യാപിറ്റൽ M ഈക്വൽ ടു 2 2ന് ശേഷം വരുന്ന ഏതൊരു പോസിറ്റീവ് നമ്പറും ചൂസ് ചെയ്യാം. ഇനി അല്ലാത്ത ഒരു എക്സാമ്പിളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ടി ഫ്രം, ഇപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എടുക്കുക. ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ R to R ആണ് ഫംഗ്ഷനെങ്കിൽ അതൊരു ലൈനായിരിക്കും അതിൻ്റെ ഗ്രാഫ്. ഓർഡർ പെയർ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ അതായത് 45 ഡിഗ്രിയിൽ പോകുന്ന ലൈൻ. ആ ലൈനിന് നിങ്ങൾക്ക് എന്താണ്, അതിന് അപ്പർ ബൗണ്ടും ഇല്ല ലോവർ ബൗണ്ടും ഇല്ല, അതുകൊണ്ടത് ബൗണ്ടഡ് അല്ല. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ നമുക്ക് റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ബൗണ്ടഡ് അല്ലാത്തൊരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള ടി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഓർഡർ പെയർ എക്സ് ടു എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ആറിൽ നിന്ന് R2ലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ലീനിയർ മാപ്പ് കൂടിയാണ് ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് എക്സ് ആണ്, സെക്കൻഡ് കമ്പോണൻറ്റ് 2x ആണ്. ബോത്ത് പോളിനോമിയൽസ് ആണ്, പോളിനോമിയൽസ് കണ്ടിന്യൂസ് ആണ്. സോ ടി ഈസ് കണ്ടിന്യൂസ്, കാരണം കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആകുമ്പോൾ ടി മസ്റ്റ് ബി കണ്ടിന്യൂസ്. അതിൻ്റെ നൾ സ്പേസ് സിംഗിൾട്ടൺ 0 ആണ്. റേഞ്ച് സ്പേസ് എന്ന് പറയുന്നത് ഒരു ലൈനാണ്. ആ ലൈനിൻ്റെ പ്രത്യേകത ഒറിജിനിലൂടെ പാസ് ചെയ്യും. പോയിൻറ്റ്സിൻ്റെ ഫോം എന്ന് പറയുന്നത് ഓർഡർ പെയർ എക്സ് 2x എന്ന ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷൻ നമുക്കറിയാം അതൊരു ലൈനാണ്. ആ ലൈനിനെ ഒരു ബോർഡിനുള്ളിൽ പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോലും എന്താവുന്നില്ല, റേഞ്ച് ബൗണ്ടഡ് ആവുന്നില്ല. ദാറ്റ് മീൻസ് ദിസ് ഈസ് നോട്ട് എ ബൗണ്ടഡ് ഫംഗ്ഷൻ. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് ബൗണ്ടഡ് ആവുക എന്ന് പറഞ്ഞാലും വേറൊരു ഡെഫിനിഷൻ നെക്സ്റ്റ് നിങ്ങൾ ബൗണ്ടഡ് ലീനിയാരിറ്റി എന്ന് പറഞ്ഞ വേറൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ഇവിടെ ഒരു ലീനിയർ മാപ്പിൻ്റെ ബൗണ്ടഡ് സെറ്റ്, ബൗണ്ടഡ് ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ തന്നെയായിരിക്കണം, അല്ലാത്ത കേസ് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ വേറൊരു ബൗണ്ടഡ്നെസ് പഠിക്കുന്നുണ്ട്, അത് വേറൊരു കൺസെപ്റ്റാണ് കേട്ടോ. എനിവേ, നമുക്ക് ഇനി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് കോമ്പാക്റ്റിൽ ആക്ട് ചെയ്യണമെന്ന് നോക്കാം. ലെറ്റ് us given a matrix space capital X and another matrix space capital Y with capital X is compact. അപ്പോൾ ആദ്യത്തെ സ്പേസ് കോമ്പാക്റ്റ് ആണ്. ആൻഡ് ഡിഫൈൻ എ ഫംഗ്ഷൻ f from x into y or given a function f from x into y. അതായത് കോമ്പാക്റ്റ് സെറ്റിൽ നിന്ന് സാധാരണ ഒരു മെട്രിക് സ്പേസിലേക്കുള്ള ഫംഗ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ f കണ്ടിന്യൂസ് ആണെങ്കിൽ, if f is continuous then the range set is also continuous. range set is compact എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഡൊമൈൻ കോമ്പാക്റ്റ് ആണ്, ഫംഗ്ഷൻ കണ്ടിന്യൂസുമാണെങ്കിൽ റേഞ്ച് സെറ്റ് ഈസ് ആൾസോ കോമ്പാക്റ്റ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ സ്പേസ് എന്ന് കിട്ടും.
or the compactness is preserved by a continuous map ആണെന്ന് ഇതിൻ്റെ അർത്ഥം. That means you are given a function f from x into y where x is a compact metric space, then the range set capital F of x is a compact subset of y, or simply f of x is compact. Okay. അപ്പോൾ നമുക്കതിനെ പ്രൂഫിലേക്ക് വരുമ്പോൾ ഞാൻ ഗിവൺ കണ്ടീഷൻസ് അപ്പോൾ അസ്യൂം ചെയ്യുന്നു. ലെറ്റ് us assume f from x into y is a continuous function where x is a compact metric space. We need to prove, or we have to claim that what capital small f of capital X is അല്ലെങ്കിൽ റേഞ്ച് സെറ്റ് ഈസ് കോമ്പാക്റ്റ് എന്ന് പ്രൂവ് ചെയ്യണം. ഇനി സ്മോൾ എഫ് ഓഫ് എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആക്ച്വലി എന്താണ്, ഏതൊരു ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവറിനും എടുക്കണം. ഫോർ ദാറ്റ് പർപ്പസ് നമ്മൾ ഒരു ഓപ്പൺ കവർ ഓഫ് എഫ് ഓഫ് എക്സ് എടുക്കുന്നു. പക്ഷേ എഫ് ഓഫ് എക്സ് വൈയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ആ ഓപ്പൺ കവറുള്ള ഓപ്പൺ സെറ്റ്സ് മസ്റ്റ് ബി എ ഓപ്പൺ സബ്സെറ്റ്സ് ഇൻ വൈ ആയിരിക്കണം. ദാറ്റ് മീൻസ് ലെറ്റ് us കൺസിഡർ എ കളക്ഷൻ ജി ആൽഫ ഓഫ് ഓപ്പൺ സബ്സെറ്റ്സ് ഓഫ് വൈ ആൻഡ് ദേ കവർ എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിനെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് എഫ് ഓഫ് എക്സ് മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓഫ് സച്ച് ജി ആൽഫാസ്. ദാറ്റ് മീൻസ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. ഓക്കെ. അപ്പോൾ ഈ കേസിൽ നമ്മൾ രണ്ട് സൈഡും എഫ് ഇൻവേഴ്സ് കൺസിഡർ ചെയ്യും ഈ ഒരു ഇൻഇക്വാളിറ്റി. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡെഫിനി സൈഡിൽ എഴുതിയിട്ടുണ്ട്. എഫ് ഫ്രം എക്സ് ഇൻറ്റു വൈ ഒരു ഫംഗ്ഷനാണ്. എ കോമ ബി സബ്സെറ്റ് ഓഫ് വൈ ആണെങ്കിൽ വിത്ത് എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി, അതായത് ഇൻവേഴ്സിൻ്റെ മോണോട്ടോണിക് പ്രോപ്പർട്ടിയാണ്. എ സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിനെ എ ആയിട്ടും യൂണിയൻ ജി ആൽഫ ബി ആയിട്ടും എടുക്കുകയാണെങ്കിൽ എ സബ്സെറ്റ് ഓഫ് ബി ആകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ഓവർ ആൽഫ ജി ആൽഫ. ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി എഴുതിയിട്ടുണ്ട്. എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ആയിരിക്കുമെന്നും, അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ സൂപ്പർ സെറ്റ് ഓഫ് ഇ ഫോർ എവരി ഇ സബ്സെറ്റ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് ഇ എന്നുള്ള വാല്യൂവിൻ്റെ ഇൻവേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇയേക്കാൾ വലുതായിരിക്കും. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ സൂപ്പർ സെറ്റ് ഓഫ് ഇ എന്ന് പറയുന്ന സൈഡിൽ എഴുതിയിട്ടാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആരെ കണ്ടെയ്ൻ ചെയ്യും. അതായത് ഇയുടെ പൊസിഷനിൽ എക്സ് എടുക്കുകയാണെങ്കിൽ എക്സ് മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എക്സ് തൊട്ട് മുകളിൽ എന്ന് പറയുന്നത് മസ്റ്റ് ബി എ സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ജി ആൽഫ. പക്ഷേ തൊട്ട് ഈ സൈഡിൽ പറഞ്ഞിട്ടുണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി, അത് ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടിയാണ്. എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എ യൂണിയൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ജി ആൽഫ എന്ന് പറയുന്നത് എന്തായി മാറും, അതിനുള്ളിലേക്ക് കയറും. ദാറ്റ് മീൻസ് യൂണിയൻ ഓവർ ആൽഫ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ. Therefore we get x must be a subset of union over alpha f inverse of g alpha. ഇനി ഗിവൺ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എഫ് ജി ആൽഫ ഓപ്പൺ സെറ്റ് ഇൻ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ഓഫ് ആൻ ഓപ്പൺ സെറ്റ് എന്തായിരിക്കും, ഡൊമൈനിൽ ഓപ്പൺ ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ ഈസ് എ ഓപ്പൺ സെറ്റ് ഇൻ എക്സ് ഫോർ എവരി ആൽഫ. ഇത് നമുക്ക് കിട്ടിയത് തിയറം 4.8, അതായത് ക്യാരക്ടറൈസേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ബേസ്ഡ് ഓൺ ഓപ്പൺ സെറ്റ്സ് എന്ന് പറയുന്ന തിയറം. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫാസ് എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റിൻ്റെ കളക്ഷനാണ്. ആൻഡ് ദേ സാറ്റിസ്ഫൈസ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ആൽഫ എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ മീൻസ് collection f inverse g alpha is an open cover of capital X. But by our assumption capital X is a compact set. But you know for a compact set every open cover has a finite subcover. So by the definition of compactness you can find a finite number of integers alpha 1 alpha 2 etc alpha n such that X must be a subset of union I varies from 1 to n f inverse of g alpha. അതായത് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സെറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ 1 എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ 2 എക്സെട്ര എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ n. അത്രയും സെറ്റുകളുടെ യൂണിയനുള്ളിൽ എക്സ് ഉണ്ട്. ഇപ്പോൾ ഫൈനൈറ്റ് സബ് കവറായി മാറും. ഓക്കെ. അപ്പോൾ എക്സ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ വേരീസ് ഫ്രം 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഇനി രണ്ട് സൈഡ് എഫ് കൺസിഡർ ചെയ്യുക. അപ്പം തൊട്ട് മുന്നേ നമ്മൾ ഇൻവേഴ്സ് കൺസിഡർ ചെയ്താൽ വന്നത്. ഇപ്പോൾ രണ്ട് സൈഡ് എഫ് കൺസിഡർ ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എന്ന് കിട്ടും. കാരണം അതും ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടിയാണ്. അത് സൈഡിൽ എഴുതിയുണ്ട് മോണോട്ടോണിക് പ്രോപ്പർട്ടി. അതായത് എഫ് ഫ്രം എക്സ് ഇൻറ്റു വൈ ഫംഗ്ഷനാണ്. E1 E2 സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. E1 സബ്സെറ്റ് ഓഫ് E2 ആണെങ്കിൽ എഫ് ഓഫ് E1 സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് E2 ആയിരിക്കും. അതാണ് ഫംഗ്ഷൻ്റെ മോണോട്ടോണിക് പ്രോപ്പർട്ടി. ഇവിടെ എക്സ് സബ്സെറ്റ് ഓഫ് എഫ് യൂണിയൻ ഐ വേരീസ് ഫ്രം 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് എഫ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് ദാറ്റ് വാല്യൂ, അതായത് യൂണിയൻ ഐ വേരീസ് ഫ്രം 1 to n എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ. ഇനി ഫംഗ്ഷൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് എഫ് ഓഫ് E1 യൂണിയൻ E2 ഈക്വൽ ടു എഫ് ഓഫ് E1 യൂണിയൻ എഫ് ഓഫ് E2 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് യൂണിയൻ എന്നുള്ളതിനെ എങ്ങനെയാക്കി മാറ്റാം, യൂണിയൻ ഓഫ് എഫ് എന്നാക്കാം. അത് യൂണിയൻ ഐ വേരീസ് ഫ്രം 1 to n എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ.
അതുപോലെ തന്നെ ഫംഗ്ഷൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി സബ്സെറ്റ് ഓഫ് ജി ഫോർ ജി സബ്സെറ്റ് ഓഫ് വൈ. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഇൻവേഴ്സ് ജി ആൽഫാസ് വൈയുടെ സബ്സെറ്റാണ്. അപ്പോൾ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി ആൽഫ സബ്സെറ്റ് ഓഫ് ജി ആൽഫ ആയിരിക്കും. അതവിടെ കൊടുക്കുമ്പോൾ ദാറ്റ് യൂണിയൻ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഐ വേരീസ് ഫ്രം 1 to n g alpha I. Therefore we get f of x is a subset of union I varies from 1 to n g alpha I. നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത് കളക്ഷൻ ജി ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഓപ്പൺ കവറാണ്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സെറ്റ് കൊണ്ട് തന്നെ എഫ് ഓഫ് എക്സിനെ കവർ ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് ദാറ്റ് കളക്ഷൻ ജി ആൽഫ 1 ജി ആൽഫ 2 എക്സെട്ര ജി ആൽഫ n എന്ന് പറയുന്നത് ഫൈനൈറ്റ് സബ് കവർ ഓഫ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ എവരി ഓപ്പൺ കവർ ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ മീൻസ് എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഈസ് എ കോമ്പാക്ട് സെറ്റ്. അപ്പോൾ വളരെ പ്രസിദ്ധമായ തിയറമാണ്, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി തൊട്ട് മുകളിൽ ഞാൻ പറഞ്ഞ ഫംഗ്ഷൻ്റെ ചില പ്രോപ്പർട്ടികൾ ഒന്നുകൂടി റീവെരിഫൈ ചെയ്യാം. എഫ് ഫ്രം എക്സ് ഇൻ ടു വൈ ഒരു ഫംഗ്ഷനാണ്. ഇ കോമ E1 കോമ E2 സബ്സെറ്റ് ഓഫ് എക്സ്, ജി കോമ G1 കോമ G2 സബ്സെറ്റ് ഓഫ് വൈ എന്നെടുത്തു. ഇനി ഡൊമെയിനിൽ E1 സബ്സെറ്റ് ഓഫ് E2 ആണെങ്കിൽ ഫംഗ്ഷൻ്റെ മൊണോട്ടോണിക് പ്രോപ്പർട്ടി പ്രകാരം എഫ് ഓഫ് E1 സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് E2 എന്ന് പറയും. അതുപോലെ ഫംഗ്ഷൻ്റെ പ്രത്യേകത യൂണിയനെ പ്രിസർവ് ചെയ്യും. അതായത് എഫ് ഓഫ് E1 യൂണിയൻ E2 ഈക്വൽ ടു എഫ് ഓഫ് E1 യൂണിയൻ എഫ് ഓഫ് E2 ആയിരിക്കും. ഇനി ഇൻ്റർസെക്ഷൻ്റെ കേസിലാണ് ഈക്വാലിറ്റി കിട്ടില്ല, പകരം സബ്സെറ്റ് എന്ന് കിട്ടുക. എഫ് ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് E1 ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് E2 എന്ന് കിട്ടും. അവിടെ ഇൻ്റർസെക്ഷനാണ് യൂണിയനായിട്ട് എഴുതിയിരിക്കുന്നത്, തെറ്റാണത്. എഫ് ഓഫ് E1 ഇൻ്റർസെക്ഷൻ E2 ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ഓഫ് E1 ഇൻ്റർസെക്ഷൻ എഫ് ഓഫ് E2 ആണ് കേട്ടോ. അതിൽ എഴുതിയിൽ ഒരു എററുണ്ട്, അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. ദെൻ f of E1 minus E2 is a superset of f of E1 minus f of E2. f of E1 minus f of E1 minus E2, അതായത് ഇവിടെ കോംപ്ലിമെൻറ്റേഷന് തുല്യമാണത്, സൂപ്പർ സെറ്റായിട്ട് വരും. ദാറ്റ് മീൻസ് എഫ് ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് എഫ് ഓഫ് ഇ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇനി ഇതേ കാര്യം നമുക്ക് ഇൻവേഴ്സിനും കൊടുക്കാം. അത് തൊട്ട് മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇപ്പോൾ G1 സബ്സെറ്റ് ഓഫ് G2 ഇൻ y ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് G1 സബ്സെറ്റ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് G2. ഇത് മൊണോട്ടോണിക് പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് ആണ്. അതുപോലെ ഇൻവേഴ്സ് യൂണിയനും ഇൻ്റർസെക്ഷനും ഡിഫറൻസും കോംപ്ലിമെൻറ്റേഷനും ഈ നാലിനെയും പ്രിസർവ് ചെയ്യും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഫംഗ്ഷൻ യൂണിയനെ മാത്രമേ പ്രിസർവ് ചെയ്യുള്ളൂ. ഇൻവേഴ്സ് പക്ഷേ യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെൻറ്റേഷൻ നാലിനെയും പ്രിസർവ് ചെയ്യും. ഇനി ഈ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി എഫിനെയും എഫ് ഇൻവേഴ്സെയും കോമ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി സബ്സെറ്റ് ഓഫ് ജി, അതായത് ഫംഗ്ഷൻ്റെ കേസ് എടുക്കുമ്പോൾ സബ്സെറ്റ് കിട്ടും. ഇനി തൊട്ടടുത്തത് എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തൊട്ട് മുകളിൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് ജി എടുക്കുമ്പോൾ ജി മസ്റ്റ് ബി സബ്സെറ്റ് ഓഫ് വൈ ആയിരിക്കണമെന്നും, അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ഇ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് ഇ എടുക്കുകയാണെങ്കിൽ ഈ സബ്സെറ്റ് ഓഫ് എക്സും ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷൻ്റെ കേസിൽ സബ്സെറ്റ് എന്ന നൊട്ടേഷനും ഇൻവേഴ്സിൻ്റെ കേസിൽ സൂപ്പർ സെറ്റുമാണ്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടിയാണ് തൊട്ട് മുകളിലുള്ള തിയറത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഫംഗ്ഷനും അതുമായി ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുകൾ മിക്കതും നമ്മൾ ഈ തൊട്ട് മുന്നിലെ കോമ്പാക്ട്നെസ്സിൻ്റെ പ്രിസർവ് ചെയ്യുന്ന കണ്ടീഷനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫംഗ്ഷൻ ഡൊമൈൻ കോമ്പാക്റ്റ് ആവുകയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ഒരു കോഡൊമൈൻ ആർക്കെയാണ്. അപ്പോൾ ഈ തിയറം 4.15 ശ്രദ്ധിക്കേണ്ടത് എഫ് ഈസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഫ്രം എക്സ് ഇൻ ടു ആർ കെ വേർ എക്സ് ഈസ് എ കോമ്പാക്ട് മെട്രിക് സ്പേസ് ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. കാരണം ഇവിടെ ആർ കെ എന്ന് പറയാനുണ്ടായ സാഹചര്യം ആ ബൗണ്ടഡ്നെസ്സിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് വരാം. സപ്പോസ് ദാറ്റ് എഫ് ഫ്രം എക്സ് ഇൻ ടു ആർ കെ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വേർ എക്സ് ഈസ് എ കോമ്പാക്ട് മെട്രിക് സ്പേസ്. തൊട്ട് മുകളിലെ 4.14 പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് ഈസ് എ കോമ്പാക്ട് സെറ്റ് ഇൻ ആർ കെ. പക്ഷേ നിങ്ങൾ ഹിൻബോറിൽ തിയറം പഠിച്ചിട്ടുണ്ട് 2.41 പ്രകാരം എഫ് ഓഫ് എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് കോമ്പാക്റ്റ് ഇൻ ആർ കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ക്ലോസ്ഡുമായിരിക്കും ബൗണ്ടഡുമായിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ റേഞ്ച് സെറ്റാണ്. ആ റേഞ്ച് സെറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അപ്പോൾ റേഞ്ച് സെറ്റ് ക്ലോസ്ഡുമാണ്, റേഞ്ച് സെറ്റ് ബൗണ്ടഡ് ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ തിയറത്തെ ഒരു കാര്യം കൂടിയാണ്, എഫ് ഈസ് ബൗണ്ടഡ് എന്നുള്ളത്. എഫ് ബൗണ്ടഡ് പ്രൂവ് ചെയ്യുക പറഞ്ഞാൽ റേഞ്ച് സെറ്റ് ബൗണ്ടഡ് തന്നെയാണ് ആക്ച്വലി അർത്ഥം. പക്ഷേ എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇറ്റ് മസ്റ്റ് ബി കണ്ടെയ്ൻഡ് ഇൻ എ ബോൾ സെൻറ്റർഡ് അറ്റ് 0 വിത്ത് സം റേഡിയസ്. അപ്പോൾ നമ്മൾ സാധാരണ ഫംഗ്ഷൻ ഡെഫിനേഷൻ ക്യാപിറ്റൽ എം ഉപയോഗിക്കുക, അതുകൊണ്ട് എം റേഡിയസ് ഉള്ള ബോളിനുള്ളിലാണ്. ദാറ്റ് മീൻസ് ആ ബോളിൻ്റെ സെൻറ്ററും എഫ് ഓഫ് എക്സുകളും അതിൽ പോയിൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് നോം ഓഫ് എഫ് ഓഫ് സ്മോൾ എക്സ് ആണെന്ന് ഓർക്കുക, രണ്ടിൻ്റെ വ്യത്യാസമുണ്ട്. എക്സിലെ പോയിൻറ്റ്സ് ആണ് നോം ഓഫ് എഫ് ഓഫ് എക്സ് മൈനസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്.
ഈ 0 കൊണ്ട് മൈനസ് ചെയ്തൊന്നും സംഭവിക്കില്ല. സോ നോം എഫ് ഓഫ് എക്സ് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എക്സ്. ആക്ച്വലി ദിസ് ഈസ് എക്സാക്ട് ഡെഫിനേഷൻ ഓഫ് ദി ബൗണ്ടഡ്നെസ് ഓഫ് എ ഫംഗ്ഷൻ. സോ ദിസ് എഫ് ഈസ് ബൗണ്ടഡ്. ഇനി വളരെ രസകരമായ അടുത്തൊരു തിയറമാണ് മാക്സിമം മിനിമ തിയറം. അതായത് മാക്സിമം മിനിമ തിയറവും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ബെഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ കോമ്പാക്ട്നെസ് പ്രിസർവ് ചെയ്യുന്നത് അതുപോലെ തിയറം 4.15, തിയറം 4.16 ഇത് കണക്റ്റഡ് ആയിട്ട് വരുന്ന 3 തിയറങ്ങളാണ്. ഓക്കെ, ഒരു കാരണവശാലും ഇത് നിങ്ങൾ പഠിക്കാതിരിക്കരുത്, ഈ 3 തിയറം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് വരാം. മാക്സിമം മിനിമം തിയറം നോക്കാം. സപ്പോസ് എഫ് ഈസ് കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ കോഡമിൻ റിയൽ ആണെന്ന് ഓർക്കുക. എഫ് ഫ്രം എക്സ് ഇൻറ്റു ആർ ആണ്. എക്സ് കോമ്പാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു തിയറം നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. എഫ് ഫ്രം ക്ലോസ്ഡ് എ ബി ഇൻറ്റു ആർ ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് മാക്സിമം ആൻഡ് മിനിമം. അവിടെ ക്ലോസ്ഡ് എ ബി കോമ്പാക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഡിഗ്രിയിൽ ആ ഒരു റിസൾട്ട് കിട്ടുന്നത്. അതിൻ്റെ ഒരു ജനറൽ വേർഷനാണ് ഈ തിയറം. എഫ് ഫ്രം എക്സ് ഇൻറ്റു ആർ വേർ എക്സ് ഈസ് എ കോമ്പാക്റ്റ് മെട്രിക് സ്പേസ്. ദെൻ ആൻഡ് ക്യാപിറ്റൽ എം ഈക്വൽ ടു സബ് ഓഫ് എഫ്. കാരണം ഫംഗ്ഷൻ എഫ് കോമ്പാക്റ്റ് മെട്രിക് സ്പേസിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് അതായത് റേഞ്ച് സെറ്റ് ക്ലോസ്ഡും ബൗണ്ടഡും ആണ്. അപ്പോൾ ക്ലോസ്ഡും ബൗണ്ടഡും ആകുമ്പോൾ സുപ്രീമും ഇൻഫിമും സെറ്റിൽ തന്നെ ഉണ്ടാവുമെന്ന് അർത്ഥം. അപ്പോൾ ക്യാപിറ്റൽ എം സബ് എഫ് ഓഫ് പി അല്ലേ ഫോർ എവരി പി എലമെൻറ്റ് ഓഫ് എക്സ്. അതായത് റേഞ്ച് സെറ്റിൻ്റെ സുപ്രീമത്തെയാണ് ക്യാപിറ്റൽ എം എന്ന് വിളിക്കുന്നത്. റേഞ്ച് സെറ്റിൻ്റെ ഇൻഫിമത്തെയാണ് സ്മോൾ എം എന്ന് വിളിക്കുന്നത്. ക്യാപിറ്റൽ എം ഈക്വൽ ടു സുപ്രീമം ഓവറോൾ പി എലമെൻറ്റ് ഓഫ് എക്സ് എഫ് ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് സെറ്റിൻ്റെ സുപ്രീമം, സ്മോൾ എം റേഞ്ച് സെറ്റിൻ്റെ ഇൻഫിമം. ഇനി ഇത് രണ്ടും എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ക്ലോസ്ഡ് കൂടി ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ക്ലോസ്ഡ് ആണെങ്കിൽ സുപ്രീം ഇൻഫിമം സെറ്റിലുണ്ടാവും. അതിനർത്ഥം ക്യാപിറ്റൽ എമ്മിനും സ്മോൾ എമ്മും എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഉള്ളതുകൊണ്ട് അതിന് പ്രീ ഇമേജസ് ഉണ്ടാവും, ക്യാപിറ്റൽ എമ്മിനും സ്മോൾ എമ്മിനും. അപ്പോൾ ക്യാപിറ്റൽ എമ്മിൻ്റെ പ്രീ ഇമേജിനാണ് ഇവിടെ എഫ് ഓഫ് പി എന്നും സ്മോൾ പി എന്നും അതുപോലെ സ്മോൾ എമ്മിൻ്റെ പ്രീ ഇമേജിനെ ക്യൂ എന്നും വിളിക്കും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അസ്യൂം ചെയ്തു ഗിവൺ ഫംഗ്ഷൻ. അപ്പോൾ അതിനകത്ത് കുറേ പ്രൂഫുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലാസ്റ്റ് ഇവിടെ സാർ തന്നുകൊണ്ടിരുന്ന എഴുതിയിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് എഫ് ഫ്രം എക്സ് ഇൻറ്റു ആർ എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സ്പേസ് എക്സ് ഈസ് കോമ്പാക്റ്റ് ആണ്. തൊട്ട് മുന്നിൽ 4.14 പ്രകാരം എഫ് ഓഫ് എക്സ് കോമ്പാക്റ്റ് ഇൻ വൈ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം ഒരു സെറ്റ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തെ പ്രകാരം എഫ് ഓഫ് എക്സ് ക്ലോസ്ഡും ആയിരിക്കും ബൗണ്ടഡും ആയിരിക്കും. ഇനി ബൗണ്ടഡ് സബ്സെറ്റ് ഇവിടെ വൈ എന്ന് പറഞ്ഞാൽ ആറാണ്. അപ്പോൾ ബൗണ്ടഡ് സബ്സെറ്റ് ഓഫ് ആർ ആണെങ്കിൽ അതിന് സുപ്രീമും ഇൻഫിമും ഉണ്ടാകുന്നു. സുപ്രീമും പ്രോപ്പർട്ടിയും ഇൻഫിമും പ്രോപ്പർട്ടിയാണ്. So by the supremum and infimum property or simply the completeness property of R, f of capital X has supremum and infimum. We put or say capital M is the supremum of the range set and small m is the infimum of the range set. But you know f of capital X is closed. ഇനി വേറൊരു തിയറം 2.28 പറയുന്നത് എഫ് ഫ്രം എക്സ് ഇൻറ്റു റിയൽ ലൈനിലേക്കാണ് പോകുന്നതെങ്കിൽ ഫംഗ്ഷന് സുപ്രീം ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലോഷറിലുണ്ടാവും, റേഞ്ചിൻ്റെ ക്ലോഷറിലുണ്ടാവും. അതുപോലെ ഇൻഫിമം ഉണ്ടെങ്കിൽ അത് ഇൻഫിമത്തിൻ്റെ റേഞ്ചിൻ്റെ ക്ലോഷറിലുണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇൻഫിമവും റേഞ്ചിൻ്റെ ക്ലോഷറുണ്ട്. അതുപോലെ ഇപ്പോൾ ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും സുപ്രീം ഇൻഫിമും റേഞ്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ആണ്, അതിൻ്റെ ക്ലോഷറുണ്ടാവും. ബട്ട് ഗിവൺ എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്താണ്? ക്ലോസ്ഡ് ആണ്. കാരണം തിയറം 4.15 പ്രകാരം അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ക്ലോഷറും എഫ് ഓഫ് എക്സും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് ക്ലോഷർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, ക്ലോസ്ഡ് ആയതുകൊണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എം ആൻഡ് സ്മോൾ എം ബോത്ത് ആർ ഇൻ എഫ് ഓഫ് ക്യാപിറ്റൽ എക്സ് മീൻസ് they are the members of the range set. Members of the range set means they have pre-images. So automatically you can find the pre-images for capital M and small m. So there exists x0, y0 element of x such that x0 act as the pre-image of capital M and y0 act as the pre-image of small m. That means capital M equal to f of x0 and small m equal to f of y0. ഈ x0ന് p എന്നും y0ന് q എന്നും കൊടുക്കുമ്പോൾ നമ്മൾ തിയറത്തിൽ പറഞ്ഞ അതേ കാര്യം. പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്.